നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വളരെ വൈറലായിരുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ നാട്ടിൽ, അതേ മുഖ്യമന്ത്രിയുടെ സ്വന്തം നാടായ പിണറായി പഞ്ചായത്ത് ഓഫീസിൽ CPM-കാർ കയറി അവിടെയുള്ള CPM-കാരായ ഉദ്യോഗസ്ഥരെ തന്നെ വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വീഡിയോ. അതെ, മറ്റൊന്നുമല്ല അതിന് കാരണമായത്. മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് ഉൾപ്പെടെയുള്ളവ ആ ഉദ്യോഗസ്ഥർ തങ്ങളുടെ ജോലിയുടെ ഭാഗമായി അവിടെ നിന്ന് അഴിച്ചു മാറ്റി എന്നുള്ളതാണ്. ഇതേ തുടർന്നാണ് CPM നേതാക്കൾ പഞ്ചായത്ത് ഓഫീസിലെത്തി ഉദ്യോഗസ്ഥരെ ആകമാനം ഭീഷണിപ്പെടുത്തുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തത്. ആ സംഭവത്തിന്റെ യഥാർത്ഥ ദൃശ്യങ്ങൾ നമ്മൾ ഇവിടെ പുറത്തുവിടുകയാണ്. കണ്ടല്ലോ, ഇങ്ങനെയൊക്കെയാണ് പിണറായി പഞ്ചായത്തിൽ, അതായത് മുഖ്യമന്ത്രിയുടെ സ്വന്തം നാട്ടിൽ, സ്വന്തം പഞ്ചായത്തിൽ അവിടെ CPM-കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ അവർ കൃത്യനിർവഹണം നടത്തിയതിനെ തുടർന്നുണ്ടായ വെല്ലുവിളി. ഈ മുഖ്യമന്ത്രിക്ക് എന്താണ് തലയ്ക്ക് വെളിവില്ലേ എന്ന് ചോദിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ ഉദ്യോഗസ്ഥർ, അതായത് പിണറായി പഞ്ചായത്ത് ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഈ ഫ്ലെക്സ് ബോർഡുകൾ, കട്ടൗട്ടുകൾ എല്ലാം എടുത്തു മാറ്റിയത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. ഇതൊരു ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ നടത്തപ്പെടുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തെ ഒരു കൊച്ചു പഞ്ചായത്താണ് പിണറായി. അവിടെ മുഖ്യമന്ത്രിയുടെ നാടായതുകൊണ്ട് CPM-കാർക്ക് കയറി നിരങ്ങാം എന്നുള്ള ഒരു അവസ്ഥയൊന്നും ഈ രാജ്യത്തില്ല എന്നുള്ളത് CPM-കാർക്ക് ബോധമില്ല എന്നുള്ളത് കൂടിയാണ്. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരിക്കുന്നതിനിടയിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നീക്കം അവിടെ നടക്കുന്നത്. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ്, ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ് പ്രകാരമാണ് ഇത്തരത്തിൽ കട്ടൗട്ടുകളും ബോർഡുകളും കൊടിതോരണങ്ങളും എല്ലാം എടുത്തു മാറ്റുന്നത്. അത് പിണറായി പഞ്ചായത്തിലേത് മാത്രമല്ല, സംസ്ഥാനത്തുടനീളം അവ എടുത്തു മാറ്റുകയാണ്. അപ്പോൾ പിന്നെ എന്താണ് പിണറായി പഞ്ചായത്തിൽ ഇത് മാറ്റുന്നതിൽ പ്രശ്നം? അവിടെ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ തങ്ങളുടെ പഞ്ചായത്താണ് എന്നുള്ള ധാർഷ്ട്യം തന്നെയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ നാടാണ്, അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കട്ടൗട്ടുകളും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ബോർഡുകളും കൊടിതോരണങ്ങളും ഒന്നും മാറ്റാൻ പാടില്ല എന്നുള്ളത് അങ്ങനെയാണോ കരുതി വെച്ചിരിക്കുന്നത്? അതായത് ഹൈക്കോടതി ഉത്തരവിനെ പോലും പുല്ലുവില കൽപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് CPM നേതാക്കൾ അന്ന് അവിടെ കാണിച്ചു കൂട്ടിയത്. ഇതേക്കുറിച്ച് വളരെ കാര്യമായി തന്നെ, വളരെ നിശിതമായി വിമർശിക്കുകയാണ് പാണ്ഡ്യാല ഷാജി. മുഖ്യമന്ത്രി അവിടെ ക്യാമ്പ് ചെയ്തിരിക്കുന്നത് പോലും മുഖ്യമന്ത്രിക്കെതിരെ സംസ്ഥാനത്തുടനീളമായിട്ട് പാർട്ടിയിൽ തന്നെ രഹസ്യമായി അവിടെ എതിർ ശബ്ദങ്ങൾ ഉയർന്നു വരുന്നു. ഈ എതിർ ശബ്ദങ്ങൾ ഉയർന്നു വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് കണ്ണൂർ ജില്ലാ സമ്മേളനം നടക്കുകയാണ് 1, 2, 3 തീയതികളിൽ. ഈ തീയതികളിൽ തനിക്കെതിരെ ഒരു എതിർവാക്ക് പോലും ഉയർന്നു വരരുത് എന്നുള്ള തികഞ്ഞ നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ. അങ്ങനെ പിണറായി പഞ്ചായത്ത് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുമുള്ള മറ്റു പാർട്ടികളും ഒക്കെ നിർബാധം പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഒരു പഞ്ചായത്ത് തന്നെയാണെന്ന് പാണ്ഡ്യാല ഷാജി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഈ പാർട്ടി മാത്രം, CPM-ൽ മാത്രമേ ഇവിടെയുള്ളവർ പ്രവർത്തിക്കാവൂ എന്നുള്ള ഒരു ചട്ടം, അലിഖിതമായ ചട്ടം വരുന്നത് മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ്, അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറി കൂടി ആയതിനു ശേഷമാണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കപ്പെടുന്നത്. പാണ്ഡ്യാല ഷാജി ഇതിനെ കുറിച്ച് തന്നെ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഇവിടെ മറ്റു പാർട്ടികളും നിർബാധം പ്രവർത്തനം നടത്തിയിരുന്നുവെങ്കിലും പിണറായിയുടെ അപ്രമാദിത്യം വന്നതോടുകൂടിയാണ് അതെല്ലാം നിലച്ചു പോയത് എന്നുള്ളത്. അവിടെ ആളുകൾക്ക് പ്രതികരിക്കാനുള്ള ശേഷി ഇല്ലാതെയായി പോയിരിക്കുന്നു.
അല്ലെങ്കിൽ ഇല്ലാതെയാക്കിയിരിക്കുന്നു. ഓരോരുത്തരും ഭയപ്പാടിലാണ്. അവർക്ക് എതിർത്ത് പറയണമെന്നുണ്ടെങ്കിൽ പോലും അവർ ഭയപ്പാടിലാണ്. മാത്രമല്ല, ഈ പാർട്ടിയെ തന്നെ ഇത്തരത്തിൽ അപ്രമാദിത്വം കാണിച്ച് ഈ പാർട്ടിയെ തന്നെ ഇവിടെ ഇല്ലാതെയാക്കി കളഞ്ഞു. ഇതേപോലെ ഒരു കഴപ്പണം കെട്ട ഒരു മുഖ്യമന്ത്രി വേറെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ചോദ്യങ്ങൾ ഉൾപ്പെടെ പാണ്ഡ്യാല ഷാജി ചോദിക്കുകയാണ്. ഓരോരോ കാര്യങ്ങളും പിണറായി പഞ്ചായത്തിൽ CPM-കാർ നടത്തിയ അഴിഞ്ഞാട്ടം ഉൾപ്പെടെയുള്ളവയെ നിശിതമായി വിമർശിക്കുകയാണ് പാണ്ഡ്യാല ഷാജി. ചേട്ടാ, ഈ കഴിഞ്ഞ ദിവസം പിണറായിയിൽ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് അവിടുത്തെ പഞ്ചായത്ത് അധികൃതർ എടുത്തു മാറ്റിയതിൽ പ്രതിഷേധിച്ച് പാർട്ടിയിലെ ചില അംഗങ്ങൾ ഇങ്ങനെ പഞ്ചായത്ത് ഓഫീസിൽ എത്തുകയും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഹൈക്കോടതി ഒരു നിയമം ഫ്ലക്സും കൊടിതോരണങ്ങളും ഒക്കെ പൊതുജനത്തിന് നടക്കുന്നതിൽ ബുദ്ധിമുട്ടാകത്തക്ക രീതിയിൽ അത് നിരോധിച്ചു എന്നുണ്ടെങ്കിൽ അത് എവിടെയായാലും ബാധകമല്ലേ? ചേട്ടൻ ആ വിവരം ശരിക്കും അറിഞ്ഞു കാണും. എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് ഒന്ന് ചുരുക്കി പറയാമോ? അല്ല, അതിനകത്ത് ഒന്നുമല്ല. ഇത് ശരിക്കും എന്താന്ന് പറഞ്ഞാല് CPM-ന്റെ പിണറായി ലോക്കൽ കമ്മിറ്റി കാണിച്ചിരിക്കുന്ന ശുദ്ധ തെമ്മാടിത്തമാണ്. ശുദ്ധ തെമ്മാടിത്തവും അഹങ്കാരവുമാണത്, മറ്റു വേറൊന്നുമല്ല. ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഒരു ഡയറക്ഷൻ പ്രകാരമാണ് മുഖ്യമന്ത്രിയല്ല ഏത് തമ്പുരാൻ്റെതായാലും ശരി ഈ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു സാധനം വെക്കാൻ പാടില്ല എന്നും അത് വെച്ചിട്ട് അത് എടുത്തു മാറ്റുന്നില്ല എങ്കിൽ നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്ത് അവരിൽ നിന്ന് ഫൈൻ ചുമത്തുമെന്ന് പറയാവുന്ന ഒരു ഡിഗ്രി മൂപ്പറുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനെ തുടർന്നാണ് ആ സാധനം മാറ്റുന്നത്. അതിപ്പോ ഇയാളുടെ ഫോട്ടോ ഇത് കട്ടൗട്ട് വെച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, തിരുവനന്തപുരം സെക്രട്ടറിയുടെ അടുത്ത് വെച്ച് ആ സംഭവം അതുവരെ മാറ്റേണ്ടി വന്നൊന്നുമില്ലാണ്. പിന്നെ അത് മാറ്റിക്കൂടാ എന്ന് പറയുന്നത് കോടതിയുടെ തീരുമാനത്തെക്കാൾ, ജനാധിപത്യപരമായി കോടതി നിർദ്ദേശിക്കുന്ന തീരുമാനത്തെക്കാൾ വലുത് എന്റെ വിവരക്കേടും എന്റെ അഹങ്കാരവും മാത്രമാണ് എന്ന് ഒരു വിഡ്ഢിയായ മുഖ്യമന്ത്രി ധരിക്കുകയും ആ ധരിക്കുന്ന ധാരണയാണ് ശരിയെന്ന് സ്ഥിരീകരിക്കാൻ കുറെ അതിനേക്കാൾ അടിമകളാക്കപ്പെട്ടിരിക്കുന്ന ഭീരുക്കളായിരിക്കുന്ന കുറെ പാർട്ടി നേതാക്കന്മാർ ഉണ്ടായിത്തീരുക എന്ന് പറയുന്ന സത്യത്തിൽ എന്താ ഡെമോക്രസി എന്നൊരു സംഭവമില്ല എന്നതിന് ഒരർത്ഥമൊന്നുമില്ല. ഇയാൾ ഇന്ന് ഈ പറയുന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഇയാൾ ഇന്നലെ ഈ പിണറായിയുടെ വീട്ടിലുണ്ട്. ഇയാള് അതിന്റെ ഭാഗമായി വന്നിരിക്കുന്ന വിചിത്രമായ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് CPM-ന്റെ ഏരിയ കമ്മിറ്റിയുടെ പിണറായി ഏരിയ കമ്മിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് അത് പറയുന്നത് എന്താന്ന് പറഞ്ഞാല് അവർ ഞങ്ങളെ ആ പാർട്ടിയെ അപമാനിക്കുകയും ഞങ്ങളോട് പറയാതെയുമാണ് എടുത്തതെന്നാണ്. സത്യത്തിൽ എന്താ വെച്ചാൽ സർവകക്ഷി തീരുമാനപ്രകാരം അത് എടുത്തു മാറ്റണമെന്ന് തീരുമാനിച്ചതാണ്. എടുത്തു മാറ്റണമെന്ന് തീരുമാനിച്ച സർവകക്ഷി തീരുമാനത്തെ കാറ്റിൽ പറത്തിയിട്ട് പലതവണയായി ഈ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് പോയി പറഞ്ഞിട്ടും അത് മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്. ഇത് കാരണം എന്താണെന്നറിയോ? 1, 2, 3 തീയതികളിൽ ഇയാളുടെ ഈ പറയുന്ന കണ്ണൂരിലെ CPM-ന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം തളിപ്പറമ്പിൽ നടക്കുകയാണ്. ആ സമ്മേളനത്തിന്റെ ഭാഗമായി തീർച്ചിരിക്കുന്ന അലങ്കാരങ്ങളാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ. അപ്പൊ ഈ 3 ദിവസവും ഇയാൾ കുറ്റിയടിച്ചിട്ട് ഈ തളിപ്പറമ്പ് പാർട്ടി സമ്മേളനത്തിൽ ഇരിക്കാനാണ് വരുന്നത്. 3 ദിവസം തുടർച്ചയായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ CPM അതിഗുരുതരമായിരിക്കുന്ന സംഘടനാ പ്രതിസന്ധിയും രാഷ്ട്രീയ പ്രതിസന്ധിയും കണ്ണൂർ ജില്ലയിൽ നേരിടുന്നുണ്ട് എന്നുള്ള പരസ്യമായ പ്രഖ്യാപനമാണത്. അത് പക്ഷേ പത്രക്കാർ ആരും അങ്ങനെ എഴുതിയിട്ടില്ല. 3 ദിവസം തുടർച്ചയായിട്ടിരിക്കാൻ മാത്രം എന്താണ് കണ്ണൂർ ജില്ലാ പാർട്ടി സമ്മേളനത്തിൽ എന്ത് രാഷ്ട്രീയ പ്രസക്തിയാണുള്ളത്? എന്ത് രാഷ്ട്രീയ പ്രസക്തിയാണുള്ളത്? ഒരു രാഷ്ട്രീയ പ്രസക്തി ഇല്ലാന്ന് മാത്രമല്ല, സാധാരണ വിലക്കണക്കാതും സമ്മേളനമാണത്. പക്ഷെ ആ സമ്മേളനത്തേക്കാൾ അപ്പുറത്തേക്ക് കണ്ണൂരിൽ ഇയാൾ 3 ദിവസം ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾക്കെതിരെ വ്യാപകമായ തോതിലുണ്ടായിരിക്കുന്ന വിമർശനങ്ങൾ ഈ പാർട്ടിക്കകത്ത് എന്താ പറയാ പരസ്യമായില്ല എങ്കിൽ പോലും രഹസ്യമായത് ഉയർന്നു വന്നിട്ടുണ്ട്. അത് എന്താ പറയാ നമുക്ക് നിഷേധിക്കാനാവാത്ത ഒരു പരമമായ യാഥാർത്ഥ്യമാണത്. അപ്പൊ അത്തരം ഒരു വിഷയം അതിനകത്ത് ഉണ്ടായിത്തീരുകയാണ് എങ്കിൽ ഇയാളുടെ അടിത്തറയിൽ വിള്ളൽ വീണു എന്ന് പറയുന്ന രീതിയിലേക്ക് വാർത്തകൾ പുറത്തു വരും. അത് ഒഴിവാക്കാനാണ് ഈ 3 ദിവസം തുടർച്ചയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഈ എല്ലാ സ്ഥലത്തും കൊണ്ട് ഇത് പ്രദർശിപ്പിക്കുന്നവർ എന്താന്ന് പറഞ്ഞാൽ പിണറായി എന്ന് പറയുന്ന ഒരു ഗ്രാമം കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഡ്ഢിത്തമുണ്ട് ഇത് പറഞ്ഞു പഠിക്കുന്നത്. പിണറായി അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ഗ്രാമമൊന്നും അല്ല. ആരാ പറഞ്ഞത് പിണറായി കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണെന്ന്? ഒരുപടി വിയോജിപ്പുണ്ടായിരിക്കുന്ന ആളുകൾ, ഒരുപടി വ്യത്യസ്തങ്ങളായിരിക്കുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അതെല്ലാം തന്നെ ഇവിടെ വളരെ നിർബാധമെന്നോണം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ഈ പിണറായി പഞ്ചായത്ത് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഇയാൾക്ക് മേധാവിത്വം കിട്ടിയോട് കൂടിയാണ് ഈ ഒറ്റ പാർട്ടിക്ക് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് പറയാവുന്ന അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ വിവരക്കേടിന്റെ അഹങ്കാരത്തിന്റെ ധാർഷ്ട്യത്തിൻ്റെതായിരിക്കുന്ന ഒരു മേഖലയായി ഈ പറയുന്ന പിണറായി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഇയാൾ മാറ്റി തീർത്തുന്നതാണ് ഇയാൾക്കെതിരെ. അത് അയാൾ വോട്ടർമാരുടെ അടിസ്ഥാനത്തിൽ ഇയാൾ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു. ഇതാണ് ഈ പറയുന്ന ആൾക്കെതിരെ വന്നിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ സംഘടനാപരമായിരിക്കുന്ന പ്രശ്നമാണത്. പക്ഷെ ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ബോർഡുകൾ എടുത്തു മാറ്റാൻ തീരുമാനിച്ചിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്തില്ല എങ്കിൽ ഇവരുടെ ശമ്പളത്തിൽ നിന്നാണ് പിടിക്കുക. ഇവര് ശമ്പളം കൊടുക്കുവോ? ഈ മുഖ്യമന്ത്രി ശമ്പളം എത്തിച്ചു കൊടുക്കുമോ? വീട്ടിലെത്തിയോ? ഇവരുടെ പാർട്ടി ഏരിയ കമ്മിറ്റിക്കും ലോക്കൽ കമ്മിറ്റി മെമ്പർമാർക്കും കൊടുക്കുന്ന പോലത്തെ അലവൻസ് കൊണ്ട് കൊടുക്കുമോ? കൊടുക്കുവോ?
അവർ കിട്ടിയിരിക്കുന്ന വരുമാനം കൊണ്ട് ജീവിച്ചു പോകണം. സ്വിച്ച് സാധനങ്ങളുടെ വില ഒരു ഭാഗത്ത് നിരന്തരമായി കുതിച്ചു കയറുന്നു. അതുകൊണ്ട് തന്നെ ജീവിച്ചു പോകാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അത്തരത്തിലുണ്ടായിരിക്കുന്ന ഒട്ടനവധി സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ശമ്പളത്തിൻ്റെ അകത്ത് ഡിഡക്ഷനും കൂടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് അവരെന്ത് ചെയ്ത് അവർ സാധനം എടുത്തു മാറ്റാൻ തീരുമാനിക്കുക. അവരെങ്കിൽ എടുത്തു മാറ്റിയത്. എന്നിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ കൊടുത്തതെന്ന് പറയുക, ഞങ്ങളുടെ പാർട്ടിയെ അപമാനിക്കുന്നത്. എവിടെയാണോ ഈ പാർട്ടിയെ അപമാനിക്കപ്പെടാൻ ബാക്കിയുള്ളത്? എവിടെയാണ് ഈ പാർട്ടിയെ അപമാനിക്കപ്പെടാൻ ബാക്കി? ഈ പാർട്ടിക്ക് എന്ത് മൂല്യമാണ് വാസ്തവത്തിൽ ഈ പാർട്ടിക്ക് ഇപ്പോൾ ഉള്ളത്? എന്ത് മൂല്യമാണ്, എന്ത് ധാർമ്മികതയാണ് ഈ പാർട്ടിക്ക് പബ്ലിക്കിനോട് ഇപ്പോൾ ഉള്ളത്? എന്ത് ഉത്തരവാദിത്തമാണ് ഈ പാർട്ടിക്ക് ഇപ്പോൾ ഉള്ളത്? എന്തെങ്കിലും ഉണ്ടോ? ആകെ ഉള്ളത് ഇയാളുടെ വിവരക്കേടും ഇയാളുടെ കിങ്കരന്മാരും ഇയാളുടെ കൂട്ടിക്കൊടുപ്പുകാരുമായി നടത്തുന്ന അഹങ്കാരങ്ങളും തെമ്മാടിത്തങ്ങളും പൊതുജനത്തോട് നിർബാധം അടിച്ചേൽപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഈ അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ നടക്കുന്ന ഓരോ മേഖലയിൽ നിങ്ങളെടുത്തോ. ഇപ്പൊ ഞാൻ ലാസ്റ്റിൽ വന്നിരിക്കുന്ന ബ്രൂവറിയുടെ വിഷയം വന്നു. കാഞ്ചിക്കോട് വരുന്ന പാലക്കാട് വരുന്ന പുതുച്ചേരിയിൽ വരുന്ന ബ്രൂവറിയുടെ വിഷയം വന്നു. അപ്പൊ ആ ബ്രൂവറിയുടെ വിഷയം വരുമ്പോഴും ഇയാൾ ആവർത്തിച്ച് പറയുന്നത് എന്താണ്? അത് നടപ്പിലാക്കുമെന്നാണ്. എന്തുകൊണ്ട് നടപ്പിലാക്കാൻ പാടില്ല എന്ന് വിവരവും വിവേകവും ഉള്ള ആളുകൾ ഓരോന്നായി എണ്ണി പറയുകയാണ് ഇന്ന കാരണങ്ങൾ അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന്. പക്ഷെ അത് അംഗീകരിക്കുന്നതിന് പകരം പറയുന്ന ഏക സാധനത ഒറ്റ മാത്രമാണ്, ഞങ്ങളുടെ അഹന്ത വിജയിക്കണമെന്നുള്ളതാണ്. ഈ അഹന്ത വിജയിക്കണമെങ്കിൽ അവിടെ കുടിവെള്ളം കിട്ടാത്ത വിഷയമാണത്. ഈ കുടിവെള്ളം കിട്ടാത്ത സംഭവത്തിനോട് ഏറ്റവും ഗംഭീരമായ സമരം നടത്തുന്നവരാണ് CPI ആണ്. അടുത്ത ഫോർഫോർട്ടിൽ നേരത്തെ ഉണ്ടായിരുന്നത്. പിന്നീട് വരുന്നത് ജനതാദളാണ് അന്നുണ്ടായത്, MP വീരേന്ദ്രകുമാർ. അപ്പൊ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളൊന്നും അല്ല വിഷയം. ഇതിന്റെ മുകളിൽ കിട്ടേണ്ടിയിരിക്കുന്ന പേബിൾ കമ്മീഷനാണ്. ആ കമ്മീഷനാണ് എന്റെ കുടുംബത്തിലെയും എന്റെ സിൽബന്ധികളുടെയും വയറ് നിറക്കുന്നത് എന്ന് പറയുന്ന അധമബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പബ്ലിക് എന്താണ് ചെയ്യുക? അപ്പൊ അതുകൊണ്ടാണ് ഇത് എത്രയോ കാലത്തിന് ശേഷമാണ് പിണറായി വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോൺഗ്രസിന്റെ നേതൃത്വത്തിനാണ് ഒരു പ്രതിഷേധം നടന്നു. അതിനകത്ത് വായ മൂടിക്കെട്ടിയിട്ടാണ് ഇവരുടെ അതിനകത്ത് ഓഫീസിലിരുന്നത്. ഞാൻ ഈ പറയുന്ന ഇതിനോട് ഇപ്പൊ സംസാരിക്കുന്ന ഷാജി ഉണ്ടല്ലോ, ഞങ്ങളുടെ പാർട്ടി ഓഫീസുകൾ ഉണ്ടായിരിക്കും. ആ പാർട്ടി ഓഫീസിന്റെ ബോഡിയും കൂടിയും ഇതേപോലെ ഈ ആളെ സിൽബന്ധികൾ വെച്ചെടുത്ത് ചാടിക്കാക്ക്. അന്ന് ഈ പിണറായി ടൗണിലൂടെ പ്രകടനം നടത്താൻ പലർക്കും എനിക്ക് പ്രശ്നമല്ല, പക്ഷെ നമ്മുടെ കൂടെ വരുന്ന പലർക്കും ഭയമായിരുന്നു. പക്ഷേ ഞാനെന്ത് പറഞ്ഞെന്താ അറിയാൻ, നമുക്കൊരു കാര്യം ചെയ്യാൻ, നമുക്ക് വായ മൂടിക്കെട്ടിയിട്ട് പ്രതിഷേധ പ്രകടനം നടത്താമെന്ന്. അങ്ങനെ വായ മൂടിക്കെട്ടിയിട്ട് ഓലയമ്പലം താഴെ തൊട്ടിട്ട് മുകളിലേക്ക് വരെ നമ്മൾ ഈ വായ മൂടിക്കെട്ടി നമ്മൾ പ്രതിഷേധ പ്രകടനം നടത്തി. അതാണ് ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിഷേധ പ്രകടനം. ആ പ്രതിഷേധ പ്രകടനത്തിൽ സത്യത്തിൽ അത് ഞങ്ങളുടെ വിങ്ങലായിരുന്നു, അത് ഞങ്ങളുടെ വിങ്ങിപ്പൊട്ടലായിരുന്നു അത്. കാരണം ഒരാൾക്കൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അനുവദിക്കാതിരിക്കുക എന്ന് പറയുന്ന ശുദ്ധ തെമ്മാടിത്തവും അഹങ്കാരവും നടപ്പിലാക്കുക. ആ അഹങ്കാരത്തിനെതിരെ വരുന്ന ഏറ്റവും വലിയ ജനാധിപത്യപരമായ ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ അതിന്റെ പ്രതിഷേധമാണ്. ആ പ്രതിഷേധമാണെന്നല്ല, ഒരുപക്ഷെ അതിനേക്കാൾ ഗംഭീരമായ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഈ പഞ്ചായത്തിലെ ജീവനക്കാർ വായ മൂടിക്കെട്ടിയിട്ട് ആ പ്രതിഷേധത്തിന് അന്ന് അവിടെ ഓഫീസിനകത്ത് ജോലി ചെയ്തത്. അവർ ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങളും ഈ കൊടി പിടിക്കുന്നവരാണ്, ഞങ്ങളും ഇതേ ആശയക്കാരാണ്. ഇതേ ആശയത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ നിങ്ങളുടെ ഈ മുട്ടാളത്തിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. ആ പറഞ്ഞതിന്റെ സെൻസ് പോലും ഉൾക്കൊള്ളാതെയാണ് CPMന്റെ ഏരിയ കമ്മിറ്റിയുടെ പ്രസ്താവന. എന്താ പ്രസ്താവന അറിയുന്നത്? ഞങ്ങളുടെ പാർട്ടി അവമാനിക്കും, ഏത് പാർട്ടിയോടും അവമാനിക്കാൻ. എന്താ നിങ്ങളുടെ അഹങ്കാരമാണോ പൊതുജനത്തിന് മേലെ അടിച്ചേൽപ്പിക്കേണ്ടത്? നിങ്ങളുടെ അഹങ്കാരമാണ് പൊതുജനത്തിന് മേലെ അടിച്ചേൽപ്പിക്കേണ്ടത്. അത് മാത്രമോ, ഈ അവിടെ പോയി തെറി വിളിച്ചിരുന്ന കക്ഷിയുണ്ടല്ലോ, സ്കൂളിന്റെ പടി കണ്ടവരല്ല ഇവരൊന്നും. സ്കൂളിന്റെ പടി കണ്ടവരില്ല. സ്കൂളിന്റെ പടി കാണാത്തതുകൊണ്ടാണ് ഈ പഞ്ചായത്ത് ഓഫീസിൽ പോയി ഇത്ര തമ്മാടുത്തിരുത്ത് കയ്യും വെട്ടും കാലും വെട്ടും എന്നാ വിളിച്ചു പറഞ്ഞ്. കയ്യും വെട്ടും കാലും വെട്ടെന്ന് പറഞ്ഞാൽ ഇവരെ തറവാട്ടത്ത് വന്നതാണോ ഇവർ ചോറ് കൊടുത്ത് വളർന്നതാണോ ഇവരെ? ചോറ് കൊടുത്ത് വളർത്തിയാൽ തന്നെ പട്ടിയുടെ കാല് വെട്ടാൻ പോലും അവകാശം ഉണ്ടോ ഇവിടെ? ഉണ്ടോ? മനുഷ്യൻ എന്താ പറയുക, മനുഷ്യർ നല്ല ഭാഷ പഠിക്കാതെയോ? അത് മാത്രമല്ല, അതിനകത്ത് വിഷ്വൽ മീഡിയയിൽ വളരെ കൃത്യമായി നിങ്ങൾക്ക് അത് കാണാം. അതിനകത്ത് പറയുന്ന കാര്യം എന്ന് പറയാം, ഈ എടുത്തു മാറ്റിയവരാരാണ് എന്ന് പേര് പറയണമെന്നാണ്. എന്തിനാണ് പേര് പറയണമെന്ന് പറഞ്ഞ ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. എന്നിട്ട് വേണം അവരെ ഭീഷണിപ്പെടുത്താൻ. അവർ എവിടുന്നാണോ വരുന്നത്? ഇപ്പം ഇവർ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്, ഐകണ്ഠ്യയുടെ പ്രമേയം പാസ്സാക്കിയിട്ട് പോലും ഇവരെ കമ്മിറ്റി എന്താ പ്രമേയം തരിക? ഈ ജീവനക്കാരുടെ പേരിൽ മുഴുവൻ നടപടി. എന്താ നാട് ഉളുപ്പുണ്ട് ഇവരിത് പറയാൻ? നാട് ഉളുപ്പുണ്ടോ ഇത് പറയാൻ? എന്തിനാണ് ഈ പറയുന്ന കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെ കട്ടുപിടിച്ചിരിക്കുന്ന ശതകോടികൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഏഭ്യന്മാർക്ക് ഇവരെ പേര് നടപടിയെടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ഇവർക്ക് ധൈര്യം ഉണ്ടാവോ? ഇത്ര അല്പത്തരം പറയുകയും പറ്റും. അത് പത്രങ്ങൾ കൊടുക്കേണ്ടി വരുന്ന നിർഭാഗ്യമാണ്. വാസ്തവത്തിൽ പത്രപ്രവർത്തകന്മാർക്ക് ഉണ്ട് എന്ന് പറയുന്നത് ഇത്ര നിർഭാഗ്യമാണല്ലോ. അതെല്ലാം വലിയ ഒരു മഹത്തായ സന്ദേശമാണ്, മഹത്തായ കാര്യമാണ്. ഇവരുടെ പാർട്ടി എന്ന് പറയുന്ന സംവിധാനം ഈ ലോകം മുഴുവൻ തന്നെ ഈ പാർട്ടി ഇല്ലാതായി തീരുകയാണ്. ഈ കയ്യിരിപ്പിന്റെ ഭാഗം കൊണ്ടാണ് ഇത് ഇല്ലാതായി തീരുന്നത്. അത് മാത്രമോ, ഈ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ കണ്ണൂർ ജില്ലയിൽ പോലും ഈ പാർട്ടിയുടെ കുത്തുവാടി എടുപ്പിച്ചത് ഈ പാർട്ടിയുടെ നേതൃനിരയിലേക്ക് വന്നതിൽ പിന്നീടാണ്.
വന്നതിൽ പിന്നീടാണ്. മറ്റല്ലാതെ ഇത്ര വർഷം ഇത്ര അധമ തോന്നും ഈ പാർട്ടിക്ക് ഒരിക്കലും ഇതിനേക്കാലത്തെയോ ഗംഭീരന്മാരാ നേതാക്കന്മാർ ഈ പാർട്ടി നയിച്ചിട്ടുള്ളൂ. ഇതുപോലെ കള്ളപ്പണം കെട്ട ഒരുത്തർ ഈ പാർട്ടിയുടെ നേതാവായി വന്നതിന്റെ ഗതികേടാണ് ഈ പാർട്ടിക്ക് അത്ര ഓരോരുത്തരും എന്താണെന്നറിയോ ഇത്രമാത്രം എന്താ പറയുക ചെറ്റത്തരം അവിടെ പൊതുഭാഷയുടെ ഭാഗമായിട്ട് മാറുന്നതും എന്താ പറയുക ജീവിത രീതിയാക്കിയത് മാറ്റി കഴിഞ്ഞത്. അതിന്റെ ഫലം എന്താണെന്നറിയോ? ഒരാൾക്ക് സർക്കാർ സർവീസിനകത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്ക് അയാൾക്ക് സർക്കാരിന്റെ ഉത്തരവ് കോടതിയുടെ ഉത്തരവുകൾ പോലും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? കോടതിയിൽ മാത്രമാണ് ഇവിടെ ഗ്രാമപ്രദേശത്ത് നീതി നടപ്പാക്കുന്നത് ഞങ്ങളാണ് എന്ന് പറയുന്നതിന്റെ പരസ്യ പ്രഖ്യാപനമാണത്. ഇവിടെയുള്ള ജനാധിപത്യം. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഈ ജീവനക്കാർ ശരിക്കും ചെയ്യേണ്ടത് ഈ സംഭവം ഇതുപോലെ എഴുതിയിട്ടെന്ന് പറഞ്ഞാൽ കോടതിക്ക് ഒരു പരാതി കൊടുക്കേണ്ടത് ഇവന്റെ പത്രാസ് കാണുമല്ലോ അന്നേരം. ഇവന്റെ പത്രാസ് കാണുമല്ലോ. ചെയ്യേണ്ടത് അതാണ് ശരിക്ക്. അവിടെ മനുഷ്യനെ ഇങ്ങനെ കുരകേളിപ്പിക്കുകയും മനുഷ്യനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയും മനുഷ്യനെ ഇങ്ങനെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാക്കുകയും എന്നിട്ട് അതിന്റെ മേലെ ഞെളിഞ്ഞ് നാട്ടുകാരുടെ ചെലവില് ഈ തേരാപ്പാര കാറിൽ തെക്കോട്ട് വടക്കോട്ട് നടക്കുക. 48 ലക്ഷം 50 ലക്ഷം രൂപയുടെ കാറും 500 പോലീസുകാരുടെ അകമ്പടി ഉളുപ്പില്ലാതെ നടക്കുകയാണ്. എന്ത് സുരക്ഷയാണോ വാസ്തവത്തിൽ ഈ ജനത്തിൽ ഇവിടെ ഇരിക്കുന്നവരുള്ളത്? ഇയാൾക്ക് കിടന്നുറങ്ങുമ്പോൾ പോലും ആള് പോലീസ് കാവലില്ലെങ്കിൽ ഇയാൾ കിടന്നുറങ്ങാൻ കഴിയില്ല. ഇയാൾക്ക് അത്ര ഭീരുവാണ് ഇയാള്. ഈ ഭീരുത്വം ഇല്ലായിരിക്കും ഇവിടെ എങ്ങനെയാണ് ഒരു ജീവനക്കാരൻ പറ്റി അവിടെ ജോലി ചെയ്യുക? എങ്ങനെയാ ജോലി? എന്ത് ഉറപ്പിലാണ് അവൻ ജോലി ചെയ്യുക? ചേട്ടാ, ജീവനക്കാരെ മാത്രമല്ല കൊല്ലാനുള്ള ലിസ്റ്റുമായി നടക്കുന്ന സൈക്കോപാത്തുകളെയൊക്കെയാണ് ജയിലിൽ നിന്ന് ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് പാവപ്പെട്ട ആ 2 പെൺകുട്ടികൾ ഞങ്ങളെ കൊല്ലും എന്ന് പോലീസിൽ പരാതി കൊടുത്തിട്ട് അതിന്മേൽ നടപടിയെടുക്കാത്ത പോലീസ് സംഭവം കഴിഞ്ഞ ശേഷം കാടും നാടും അരിച്ച് പ്രതിയെ പിടിക്കാൻ നടക്കുന്ന ഒരു ഷോയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. എന്ത് പോലീസാണ് അദ്ദേഹത്തിന്? ചേട്ടൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് കിടന്നുറങ്ങണമെങ്കിൽ പോലീസ് കാവൽ വേണം. ഇയാൾ നമ്പർ 1 ക്വാഡാണ്. എനിക്ക് നേരിട്ട് അറിയുന്നില്ല. ഇയാളെ പറ്റി ഭീര് ലോകത്തിലില്ലേ? ഇതിന്റെ ഗതികേടെന്ന് പറഞ്ഞാൽ ഈ ആളുകൾ മുഴുവൻ തന്നെ ഇത് ഇയാളുടെ താല്പര്യപ്രകാരമാണ്. സത്യത്തിൽ എന്താ പറഞ്ഞാൽ ഇയാളാണ് വിശദീകരിക്കുന്നത്. ഈ പിണറായി പഞ്ചായത്തിലെ ഓഫീസിനകത്ത് ജോലി ചെയ്യുന്ന ജീവനക്കാരെ ഭീഷണിപ്പെടുത്താൻ പിണറായി ലോക്കൽ കമ്മിറ്റിക്ക് അധികാരവും അവകാശവും കൊടുത്തത് ആര് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഇയാൾ മറുപടി പറയണം. ഇയാളാ മറുപടി പറയണ്ടേ? എന്താ ഇങ്ങനെ ധരിച്ചു വെച്ച് ഓരോ ആണ് ജോലി ചെയ്യുന്നത്? അത് മാത്രമല്ല ഇവരെ പേര് നടപടി എടുക്കണമെന്നാണ് ഒരു പാർട്ടി ആവശ്യപ്പെടുന്നത്. എന്തിനാ നടപടികൾ? ഇവന്റെ മരമോന്താ വെച്ചിരിക്കുന്ന ഈ ഫ്ലക്സ് ബോർഡ് എടുത്തു മാറ്റിയനോ കൊടിയെടുത്ത് മാറ്റിയത് പോലും ഈ ചങ്ങായി ലോക വിവരം അറിയില്ല. എന്തുകൊണ്ട് ഈ കൊടിക്ക് ലോകത്തൊരു സ്ഥലത്ത് ഇപ്പോൾ സ്പേസ് ഇല്ലാത്ത വിധത്തിൽ അത് ശൂന്യമായി തീർന്നിരിക്കുന്നു ഇവരെ പോലത്തെ ആളുകളുടെ മുട്ടാളത്തരവും വിവരക്കേടുകൊണ്ട്. അന്നേരമാണ് ഈ അങ്ങനെയുള്ള ഒരു ചരിത്രാനുഭവത്തിലെ പുതിയ പാഠങ്ങളോ പുതിയ സങ്കടങ്ങളോ ഒന്നും അറിയാത്തവരാണ് ഇവരിപ്പോഴും എന്താ ഈ കുണ്ടിലെ തവളയിലോട്ട് ഓടി ഇരുന്നിട്ട് പാർട്ടിയത്തോടെ ഏത് പാർട്ടിയോ? എന്ത് പാർട്ടി? ആരോട്ട പാർട്ടിയോ? ആർക്ക് വേണം ഈ പാർട്ടി നിൽക്കേണ്ടത്? ഭാരതാന്ന് വെച്ചാൽ ജനത്തിന്റെ ആവശ്യം ഒന്നുമില്ല. ഇവരെ പോലത്തെ ആളുകളുടെ തെമ്മാടിത്തം കാണിക്കാനുള്ള അധികാരത്തിന്റെ ഭാഗമായി ഉപയോഗിക്കാനുള്ള ടൂൾ മാത്രമായി പാർട്ടി മാറ്റി എന്നുള്ളതാണ് ഇവരൊക്കെ വരുന്ന ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള കുറ്റാരോപണം. സത്യത്തിൽ എന്താ പറഞ്ഞാൽ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടിരിക്കുന്ന വിഷയം ഇതാണിത്. അത്തരം വിഷയങ്ങൾ പാർട്ടിക്കകത്ത് വന്നേക്ക് പോകുന്ന ഭീതിയിൽ നിന്നും കൂടിയാണ് 1 മുതൽ 3 വരെ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിനകത്ത് കുറ്റി അടിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അയാൾ 3 ദിവസം അയാൾ കുറ്റി അടിച്ചിരിക്കും. ഓരോ ഒറ്റയാൾ അതിനകത്ത് ഒരു അക്ഷരം പോലും ഉരിയാടാൻ പോകുന്നില്ല മിസ്റ്റർ അയ്യപ്പദാസ്.